ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മഹാരാജ ഹോസ്റ്റൽ റിവ്യൂലോട്ടാണ്. പടം ഞാൻ ഇന്നലെയാണ് കണ്ടത്. ഇന്നലെ വൈകിട്ടത്തെ ഫസ്റ്റ് ഷോയ്ക്കാണ് പോയത്. ആളൊന്നുമില്ല. എന്നിട്ട് ഒരു അഞ്ച് പേരോ 6 പേരോ തിയേറ്ററില്ല. അതിൽ കൂടുതൽ അതിനകത്തില്ല. ഏറെക്കുറെ തിയേറ്ററിൽ നിന്നൊക്കെ വാഷ് ഔട്ടായി. ഇപ്പോൾ അവർക്ക് കിട്ടാൻ നഷ്ടമായിരിക്കും. 5 പേര് 10 പേര് കൂടുതൽ 10 പേരെങ്കിലും മിനിമം ഇല്ലാത്ത പടം എടുത്തില്ല. ഇന്നലെ എന്തായാലും 6 പേരെ വെച്ച് പടം ഇട്ടിട്ടുണ്ടായിരുന്നു. പടം എങ്ങനെ കണ്ടെന്ന് വെച്ചാൽ, എനിക്ക് ഈ പടം കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇതിന് മഹാരാജ ഹോസ്റ്റൽ നല്ല പേരിടണ്ടേ. ടൂറാൻ പോയ കക്കൂസ് എന്നാണ് ഈ പടത്തിന് പേരിടേണ്ടത്. അത് ഞാൻ പറയാം, വഴിയേ പറയാം. ഇതിനകത്ത് കാസ്റ്റിംഗ് എന്നെ എടുത്ത് നോക്കിയാൽ മതി. ഇതിനകത്ത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, അതിനകത്തൊക്കെ യൂട്യൂബിലൊക്കെ നല്ല നല്ല വ്യൂസൊക്കെ ഉള്ള കുറേ യൂട്യൂബേഴ്സിനെയും അല്ലാതെ കണ്ടന്റ് ക്രിയേറ്ററിനെയൊക്കെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഖിൽ NRD നിങ്ങൾക്കറിയായിരിക്കും. അഖിൽ NRD ഉണ്ട്. പിന്നെ സന്ദീപ്, ഐ ആം സൂപ്പർ ഹീറോ. ഈ അഖിൽ NRD എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ വീട് പത്തനാപുരത്ത്. ആ പുള്ളിക്കാരൻ്റെ അഖിൽ NRDയുടെ വീട് നൂറനാട്, അടൂരിന്ന് കായംകുളത്തോട്ട് പോകുന്ന അടുത്താണ്. വെട്ടിക്കോട് അമ്പലം ഉണ്ടല്ലോ, നാഗക്ഷേത്രം, അതിൻ്റെ അടുത്താണ് നൂറനാട്. അപ്പം അവിടെയാണ് അഖിൽ NRDയുടെ വീട്. പിന്നെ ഐ എം സൂപ്പർ ഹീറോ സന്ദീപിനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് സന്ദീപിനെ. അത് പുള്ളിക്കാരൻ സന്ദീപ് ഞങ്ങളുടെ 591 2019 CPO ലിസ്റ്റിൽ, കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റിൽ പുള്ളിക്കാരനുണ്ടായിരുന്നു. അത് ആ ഇടുക്കി ബറ്റാലിയനാണെന്ന് തോന്നുന്നു. KP4 KP5 ആണെന്ന് തോന്നുന്നു ഇടുക്കി. അത് മറന്നുപോയി. KP4 ആണെന്ന് തോന്നുന്നു. ഞാൻ KP3 പത്തനംതിട്ട. അങ്ങനെ സെക്രട്ടേറിയറ്റ് സമരത്തിൽ വെച്ച് പുള്ളിക്കാരൻ അങ്ങനെ ഐ എം സൂപ്പർ ഹീറോയുടെ കാര്യം പറയുന്നത്. സന്ദീപ് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ എത്തി നോക്കും. അതായത് വെയിലുള്ള സമയത്തൊന്നും പുള്ളിക്കാരൻ വരത്തില്ല. ഒരു 6 മണി ഒക്കെ ആകുമ്പോൾ, വെയിൽ താഴുന്ന സമയമൊക്കെ ആകുമ്പോൾ പുള്ളിക്കാരൻ ഒന്ന് വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് അങ്ങ് പോകും. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. പുള്ളി ഓരോരുത്തർ ഓരോ സ്വഭാവമായിരിക്കും. പിന്നെ ഇടുക്കി ബറ്റാലിയൻ അതൊക്കെ എന്ന് പറയുമ്പം നിയമനമൊക്കെ വളരെ കുറവായിട്ടുള്ള ബറ്റാലിയനൊക്കെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ. അതുപോലെ അത് പോയി. അത് ഒരു 50 പേരെയും കൂടെ എടുത്തായിരുന്നെങ്കിൽ KP3 ആയിരുന്നു ഞാൻ. മൂഞ്ചി കുത്തി ഇങ്ങനെ ഇരിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കേണ്ടി വരത്തില്ലായിരുന്നു. അപ്പോൾ അതുപോലും അത് പോട്ടെ, പോകുന്നെങ്കിൽ അത് പോട്ടെ. അത് ഞാൻ എന്നെ വിട്ട കാര്യം തന്നെ. ഇപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഇപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, മഹാരാജ ഹോസ്റ്റൽ കണ്ടിട്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചാരു വാക്കനാണ് ഇതിൻ്റെ ഡയറക്ടറും റൈറ്റിങ്ങും. എന്ത് അപരാധമാണ്! ഇതൊരു ഹൊറർ അപരാധം എന്ന് വേണമെങ്കിൽ പറയാം. ഹൊറർ കോമഡി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അപരാധമായിട്ടാണ് എനിക്ക് ഏറെക്കുറെ സീന് തോന്നിയിട്ടുള്ളത്. ഒരു കണ്ടന്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരു ചെറിയൊരു കണ്ടന്റ് നമുക്ക് എടുക്കാം. എന്തോ മിത്ത് എന്നൊക്കെ പറയുന്ന ഒരു എന്തൊക്കെയോ അവർ ഉദ്ദേശിക്കുന്നത്. ഈ കാണിക്കുന്ന അപരാധങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ പടത്തിന്റെ മെയിൻ ഒരു പിന്നോട്ട് വലിക്കുന്നത്. കാരണം അഖിൽ NRDയുടെ അഖിൽ NRDക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ ഇതിനകത്ത് പല ഇന്റർവ്യൂവിലും വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തുടക്കം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മാളവിക മേനോനോ അങ്ങനെ പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു ഗർഭത്തെ മരിക്കുന്നതും ഒക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. തുടക്കം തന്നെ ആ ഒരു തുടക്കം കണ്ടപ്പോഴേ ഇതിന്റെ ഒരു നിലവാരം നമുക്ക് പിടികിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അഖിൽ NRDയെ കാണിക്കുന്നുണ്ട്. ആ അഖിൽ NRDയുടെ കുറച്ച് വളുപ്പ്, പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, മൊത്തം വളുപ്പ് ആയിട്ടുള്ള വീഡിയോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഒരു റിക്വസ്റ്റ് ഞാൻ അഖിൽ NRDയോട് പറയാം, കുറച്ചൊക്കെ ഒന്ന് മാറ്റിപ്പിടി. അതായത് എല്ലാ ദിവസവും ഇപ്പോൾ ആ അഖിൽ NRDയുടെ ചാനലിലുള്ള എല്ലാവരും എടുത്ത് നോക്കിയാൽ മതി, ഒരു 100 മീറ്റർ ഓവറാക്കിയാണ് എല്ലാവരും കാണിച്ചിരിക്കുന്നത്. കറക്റ്റ് മീറ്റർ സീരിയസ് ആയിട്ട് പിടിക്കും. അപ്പോൾ സീരിയസ് ആയിട്ട് പിടിക്കുമ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് മടുപ്പ് ഉണ്ടാവും. അപ്പം കുറച്ച് സ്ക്രിപ്റ്റൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനേ എനിക്ക് തോന്നുള്ളൂ. അഖിൽ NRDയുടെ ചാനലിൽ കാണിക്കുന്ന ഓവർ ആക്ടിംഗ് ആണ് ഇതിനകത്തും കാണിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഏറെക്കുറെ ഇപ്പം പറയുവാണെങ്കിൽ, തുടക്കം ഒരു ചായക്കടയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല, പെട്ടിക്കടയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല. 4 പലക സെറ്റാക്കി വെച്ചേക്കുക. 4 പലകയ്ക്കകത്ത് അവിടെ കൂത്താടിയുള്ള പച്ചവെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. അവിടെ ഈ ഒരു സിഗരറ്റ് വലിച്ച് ഒരുത്തൻ ഇരുന്ന് പറയുക ശ്വാസകോശൻ സ്പോഞ്ച് പോലെയാണെന്ന്. അപ്പോൾ അതൊക്കെ കേട്ടോണ്ട് അവർ അച്ഛൻ കാണും സിഗരറ്റ് വലിക്കുന്നത്. അപ്പോൾ ഈ അഖിൽ NRDയുടെ മുഖം കാണണം. അഖിൽ NRD ഗോഷ്ടി കാണിക്കുക. അഖിൽ NRD എന്നിട്ട് തിരിഞ്ഞെന്ന് പറയാം ഒരു പഴമെന്ന്. അവിടെ പഴത്തിൻ്റെ ആ അടഞ്ഞു പോലും അവിടെ ഇല്ല. അവിടെ എന്നിട്ട് പഴം, അങ്ങനെയൊക്കെയുള്ള ഓരോരോ എന്തൊക്കെയോ ഗോഷ്ടി കാണിച്ച് ചിരിപ്പിക്കാനാണ് ഇവർ നോക്കിക്കുന്നത്. പക്ഷേ അതൊന്നും വർക്കായിട്ടില്ല. ഒരു ഇതിലും വർക്കായിട്ടില്ല. പിന്നെ ഇവർക്ക് കോളേജിൽ പോകണം, എഞ്ചിനീയറിംഗ് കോളേജിൽ പോകണം. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി, ക്യാഷ് കയ്യിൽ വെക്കാൻ വേണ്ടി അവർ പുറത്തുള്ള ഒരു ഹോസ്റ്റലിൽ പോകുന്നത്. അതാണ് മഹാരാജ ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിൻ്റെ പുറവശം വെച്ച് കാണുമ്പോഴേ അറിയാം എന്തോ ഒരു തട്ടിക്കൂട്ടൊരു ഹോസ്റ്റൽ തന്നെയാണ് മഹാരാജ ഹോസ്റ്റൽ. പക്ഷേ എന്ത് പറയുന്നത്, ഒരു ചായക്കട, പഴയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞാറായി കിടക്കുന്ന എൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി ചുടുവിലയ്ക്ക് അവിടെ വാടകയും കൊടുക്കണം. ബാക്കി പൈസകൾ ഇവർക്ക് അടിക്കുകയും വേണം. അതിനാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തുനിന്ന് പിന്നെ കോളേജിൽ സന്ദീപ് ഏതാ സൂപ്പർ ഹീറോ, അതിനകത്ത് വൈബ് ശംഭു എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരനെ ഒരു ഒരു സീനിയർ ഡ്രാഗൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള. അപ്പോൾ അങ്ങനെ ശംഭുവിൻ്റെ വെറുപ്പിൽ വേറെ, അഖിൽ NRDയുടെ വെറുപ്പിൽ വേറെ, പിന്നെ വേറെ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് 2-3 പേരുണ്ട്. പുള്ളിക്കാരൻ്റെ അവരുടെ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ളവരാണ്. അതിനകത്ത് ഒരാൾ ആ മുടി വളർത്തിയ ഒരു മാത്രം എനിക്ക് തോന്നുന്നു അത്യാവശ്യം, എൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 2023 തൊട്ട് ബ്രേക്ക് എടുത്തേക്കും. അതുകൊണ്ട് വലിയ രീതിയിൽ എനിക്കങ്ങനെ ആക്റ്റീവല്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ മുടിയൊക്കെ ഇച്ചിരി വളർത്തിയ ഒരു പുള്ളിക്കാരൻ അത് നല്ലവണ്ണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ്, എൻ്റെ പൊന്നോ, സ്ക്രിപ്റ്റ് ഒരു
അപരാധ സ്ക്രിപ്റ്റ് തന്നെ. കുളി കഴിഞ്ഞിട്ട് അഖിൽ എന്നാർട്ടി 3 ചട്ടി ഇങ്ങനെ 3 ചട്ടി നൂത്തിട്ടേക്കുക അശയല്ലേ 3 ചട്ടി. ആ 3 ചട്ടി വേറെ 2.5 ചട്ടിയും കണ്ട അതിനകത്ത് നിന്ന് എണ്ണി എടുക്കുന്നുണ്ട്, എണ്ണി തിരിച്ച് ഏതെങ്കിലും ഒന്നും എടുക്കണമല്ലോ, അങ്ങനെ ഒരെണ്ണം എടുക്കുന്നുണ്ട്. ആ ചട്ടി കാണുമ്പോൾ തന്നെ പണ്ട് 20 രൂപയ്ക്ക് 5 എണ്ണം കിട്ടുന്ന ചട്ടി ഉണ്ടല്ലോ, ഒരു ചട്ടി എങ്കിലും ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള ചട്ടി എങ്കിലും കാണിക്കായിരുന്നു. ആ ചട്ടിയാണ് കാണിക്കുന്നത്. പിന്നെ ഹോസ്റ്റലിൽ പോകുന്നതുകൊണ്ട്, പിന്നെ ഹോസ്റ്റലിൽ ബൾബില്ല, ഒരു ബൾബ് ഊരിയിട്ട് വേണം അപ്പുറത്തും പോയി ബൾബിടാൻ, കക്കൂസിയിൽ ഉള്ള ബൾബാണ് ഇപ്പുറത്തിടാൻ. അപ്പം ഒരു ദിവസം ഇവർ തമ്മിൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തിന് തൂറാൻ മുട്ടും. അങ്ങനെ തൂറാൻ മുട്ടിയിട്ട് കക്കൂസി പോകുമ്പം അത് വയറിളക്കം തോന്നുന്നു, വയറിളക്കത്തിന് വിട്ട് പോകുന്ന ശബ്ദമൊക്കെ കാണിക്കുന്നുണ്ട്. അല്ല ഇത് ഇരുട്ടത്ത് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമഡിയാണ് കാണിക്കേണ്ടത്, ചിരി വരണം, അതാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഭാഗം എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവർ ഒരു തുണി എടുക്കാൻ, ഒരു പട്ടെടുക്കാൻ വേണ്ടി രാത്രി ഒരു കാട്ടിൽ നിന്നെടുക്ക് പോകുന്ന ഒരു സീനുണ്ട്. അവിടെ അത്യാവശ്യം കിടുക്കിയിട്ടുണ്ടെന്നാണ്. അവിടെ കൊള്ളാം, അവിടെ നടക്കുന്ന കൊള്ളാം. പക്ഷേ ഇത് ഹൊററൊന്നും പറയാൻ പറ്റത്തില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. കോമഡി ഇത് ഫുള്ളി ഒരു അപരാധമായിട്ട് പറയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വാർഡനായിട്ട് വരുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ആ വാർഡൻ ഭയങ്കര വെറുപ്പിൽ കുറച്ചേരോടെ കഴിയുമ്പോഴാണ് അറിയുന്ന വാർഡനും പ്രേതമാണ്. അത് എനിക്ക് ആദ്യമേ തോന്നിയതാണ്. ഇതിനകത്തെ കാര്യം എന്ന് പറയാൻ നമുക്ക് തുടക്കത്തിലേ നമുക്ക് കഥകളെല്ലാം മനസ്സിലാവും. അപ്പോൾ ആ വാർഡനെ എന്തിനാ പ്രേതമായിട്ട് കാണിച്ചു? ആ പുള്ളിക്കാരനെ വാർഡ് ആ ഒരു അവിടെ കാണിക്കുന്ന വാർഡനായിട്ട് തന്നെ കാണിച്ചാൽ പോലെ, വേറെ എന്തിനാണ് പ്രേതമായിട്ട് തന്നെ അങ്ങനെ കൊണ്ടുവന്നത്? പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവസാനം കുറച്ച് ദേവിയുടെയൊക്കെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. കാട്ടിലെ ദേവിയാണ് പ്രേതമായിട്ട് വരുന്നത്. ആ പ്രേതമായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുണ്ടല്ലോ, തുടക്കത്തിൽ കാണിച്ച ആ കൊച്ച് എന്നെ ദേവി ഏറ്റെടുക്കും. അങ്ങനെ ദേവി ആ കൊച്ചിനെ വളർത്തും. ആ ദേവി വളർത്തുമ്പോൾ ആ നാട്ടിലുള്ളവർ കാര്യം ദേവി ശ്രദ്ധിക്കുന്നില്ല. ഈ കൊച്ചിൻ്റെ അകത്ത് ശ്രദ്ധ കൊടുക്കുന്നുണ്ടുകൊണ്ട് ആ കൊച്ചിനെ എല്ലാ നാട്ടിലുള്ള എല്ലാവരും കൂടി തീ വെച്ച് കൊല്ലും. അങ്ങനെ ദേവിയുടെ പകയാണ് അവിടെ കാണിച്ചു വെക്കുന്നതെന്നാണ് ഇന്നത്തെ കഥ കാണിച്ചു വെച്ചിരിക്കുന്നത്. അവസാനം പിന്നെ ശരിയാവും, ഇത് ആർക്ക് വേണമെങ്കിലും അറിയാമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ആണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ പോയി എന്തൊക്കെയുണ്ട് കട്ടിങ്ങും ഷേവിങ്ങും, എങ്കിൽ 2 ഓരോ പ്ലേറ്റ് പോരട്ടെ, ഈ ടൈപ്പുള്ള കോമഡിയാണ് ഇതിനകത്ത് ഏറെക്കുറെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും പല രീതിയിലും ഒന്നും നമുക്ക് അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. ഈ പടവേ അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. ഒരു അപരാധം പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഈ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് മാറ്റി ഒരു ഹൊറർ മൂഡൊക്കെ പിടിച്ച് ഒരു സീരിയസ് ആയിട്ട്, ഈ അഖിൽ എന്നാർട്ടി കോമഡി കാണിക്കുന്നതാണ് കുഴപ്പം. അഖിൽ എന്നാർട്ടിയൊക്കെ അപ്പോൾ ആ കോമഡി കാണിക്കാതെ സീരിയസ് ആയിട്ടൊക്കെ നിർത്തി ഈ റീൽസ് ചെയ്ത ഒത്തിരി പേര് സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അവർ ആ ക്യാരക്ടർ എടുക്കുമ്പം സീരിയസ് ആയിട്ട് ചെയ്യണം. ഈ അഖിൽ എന്നാർട്ടിയുടെ മുഖത്ത് എപ്പോഴും ആ വളുപ്പ്, അയാളുടെ ചാനലിൽ ഇടുന്ന വളുപ്പ് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് കാണാനുള്ളത്. അതാണ് ഇതിന്റെ കുഴപ്പം. എവിടെ കുറേ സീരിയസ് ആയിട്ട് കാണിക്കുന്ന 2 നേരത്തൊക്കെ സീരിയസ് ആയിട്ട് കാണിക്കുന്നുണ്ടോ, അതൊക്കെ ചിരിയാ വന്നിട്ടുള്ളത്. ആ ഹോസ്റ്റലിൽ നിന്ന് ഒരു പെണ്ണെടുത്ത് ചാടുന്ന കാണിക്കുന്നുണ്ട്, ഹോസ്റ്റലിന്റെ അല്ല കോളേജിന്റെ മണ്ടയിൽ നിന്ന് ചാടുന്ന കാണിക്കുമ്പോൾ ആ ചാടുന്ന പ്രേതമാണ്. അത് നമുക്ക് കാണുമ്പോഴേ അറിയാം അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അഖിൽ എന്നാർട്ടിയുടെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ചിരിയ വരുന്നത്, സീരിയസ് ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് മോശം ആക്ടറാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇമ്പ്രൂവ് ഇത് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി അത് എന്നും ഈ വളുപ്പ് കോമഡി ചെയ്ത് നിങ്ങളുടെ മുഖത്ത് അഖിൽ എന്നാർട്ടിയുടെ മുഖത്ത് വളുപ്പ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ വൈബ് ശംഭു സന്ദീപിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, സന്ദീപ് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല, ചെയ്യുന്ന ഒരു കിഴങ്ങേഷൻ റോൾ തന്നെ അതിനകത്ത് ചെയ്തേക്കുന്നത്, വലിയ റോളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഒരു വെറുതെ വേസ്റ്റ് ആക്കിയ പടം, 2 മണിക്കൂറേ ഉള്ളൂ, വേസ്റ്റ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ക വേസ്റ്റ്. ഒരു സീനിലും എനിക്ക് ആ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞിട്ട് കാട്ടി നടക്കുന്ന കുറച്ച് ഭാഗം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ആ പട്ടെടുക്കാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും കാറ്റ് ഷൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.